ശുചിമുറിയിൽ അബോധാവസ്ഥയിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ച ഡോക്ടർക്ക് തുണയായത് വാടക വീടിന്റെ ഉടമസ്ഥൻ. സ്വന്തം പിതാവിനെ പോലെ പരിചരിച്ച് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ ഡോക്ടറെ പാലിയേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റാൻ മനസ്സില്ലാ മനസ്സോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി അകലാട് വാളങ്ങാട്ടുപറമ്പിൽ മുസ്തഫയും ഭാര്യ സമീനയും. 8 വർഷമായി അകലാട് ഹോമിയോ ചികിത്സയിൽ സേവനം ചെയ്തുവരികയായിരുന്നു 77-കാരനായ ഡോക്ടർ അബൂബക്കർ. മുസ്തഫയുടെ വാടക വീട്ടിൽ തനിച്ചായിരുന്നു താമസം. ജനുവരി 7 ബുധനാഴ്ച മുതൽ ഡോക്ടറെ പരിസരവാസികൾ കാണാതായതിനെ തുടർന്ന് പോലീസ് എത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ വീണുകിടക്കുന്നത് കണ്ടത്. തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തുടർന്നു. 8 ദിവസം ചികിത്സിച്ചപ്പോഴേക്കും ചിലവ് 2 ലക്ഷം കവിഞ്ഞു. 1.25 ലക്ഷമാക്കി ചുരുക്കിയെങ്കിലും ഇനി 72,000 രൂപ കൂടി ആശുപത്രിയിൽ നൽകാനുണ്ട്. ഇതിന് 2 മാസത്തെ അവധിക്ക് ചെക്ക് നൽകിയിരിക്കുകയാണ് മുസ്തഫ. ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അബൂബക്കറിന്റെ വീട്ടുകാരെ ബന്ധപ്പെട്ടെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ മറ്റൊന്നും ആലോചിച്ചില്ല. ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭർത്താവിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സമീന ഒപ്പം നിന്നു. പരിചരണത്തിന് ഹോം നഴ്സിനെയും ഏർപ്പാടാക്കി. പക്ഷെ ഞങ്ങൾ പറഞ്ഞനുസരിച്ചാൽ വീടി മാറ്റണം, വെറുതെ മാറ്റണം. അദ്ദേഹത്തിന് ചെയ്യാറുണ്ടെങ്കിൽ മാറ്റിത്തരാണ്. അത് അതേപോലെ എൻ്റെ ഉപ്പ സ്വീകരിച്ചു. എൻ്റെ ഉപ്പ സന്തോഷമായിട്ട് വിളിക്കുന്നു കഴിച്ചു. അത് എനിക്ക് അവിടെ കിട്ടിയല്ലോ. ഞാൻ എങ്ങനെ ചികിത്സിക്കാൻ പറ്റിയ അത് പറ്റുമ്പോൾ നല്ല ചികിത്സ തന്നു. വെട്ടി കൊണ്ട് കിടത്തി തന്നു. ഡോക്ടർമാർ ഒന്ന് പരിശോധിച്ചു. ഒരു പൈസ ഞങ്ങൾക്ക് ആയില്ല. ട്രാജഡി എത്ര വർഷം മുന്നേ അറിയാം. ശരിക്കും 40-45 വർഷം മുന്നേ. അന്ന് ചെറുപ്പം കുട്ടി 10-14-15 വയസ്സ് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഓർമ്മ. ആ വീട്ടിൽ പോയി പായക്കെട്ട് വെച്ചത് തറക്കാൻ വെച്ച് പുറത്ത് രാജകാര വീട്ടിൽ നിൽക്കണ ഞങ്ങളെ ട്രിപ്പിലേക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്സിജൻ സിലിണ്ടർ അടക്കം സൗകര്യങ്ങൾ ഒരുക്കിയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. മുസ്തഫയുടെ പരിചരണത്തിലൂടെ ഡോക്ടർ കണ്ണുകൾ തുറക്കാനും ശബ്ദങ്ങൾക്ക് പ്രതികരിച്ചും തുടങ്ങി. പിന്നീട് കൈകാലുകൾ ഇളക്കാനും തുടങ്ങി. ചികിത്സയ്ക്ക് ശേഷം ആദ്യമായി വെള്ളിയാഴ്ച സംസാരിച്ചു. ഇതിനിടെ പോലീസ് നടത്തിയ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ ഭാര്യ വീട്ടുകാർ മുസ്തഫയെ തേടിയെത്തി. ഭാര്യയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഡോക്ടറെ പരിചരിക്കാൻ പ്രയാസമുണ്ടെന്നും പകരം ആശുപത്രി ചികിത്സ നൽകാം എന്നുമായിരുന്നു ഇവരുടെ ഉറപ്പ്. വിവരങ്ങൾ ബന്ധപ്പെട്ടവരെ വിളിച്ചറിയിച്ച ശേഷം മുസ്തഫ സമ്മതം നൽകുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ ഡോക്ടറെ ഊരകത്തെ പാലിയേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റുവാനുള്ള തീരുമാനത്തെ തുടർന്ന് അകലാട് നബവി ആംബുലൻസ് പ്രവർത്തകർ എത്തിയപ്പോൾ ഡോക്ടറെ മുസ്തഫയും ഭാര്യ സമീനയും യാത്രയാക്കിയത്.